الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا صدق الله العظيم അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെയും മാതാപിതാക്കളെയും അല്ലാഹു തആല പൂർണ്ണമായ നിലയിൽ കബൂൽ ചെയ്യുകയും ഈ പ്രശ്നങ്ങളെല്ലാം അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു നന്മയായി അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നാം ഓരോരുത്തരും മുസ്ലിം എന്ന നിലയിൽ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വിജയത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം പരിശുദ്ധമായ ഇസ്ലാം നമ്മിലും നമ്മുടെ തലമുറയിലും ബാക്കി നിൽക്കുന്ന കാലത്തോളമാണ്. ഈ ലോകത്ത് എന്തെല്ലാം വിജയങ്ങളും പ്രതാപവും മഹത്വവും നമുക്ക് നേടിയെടുക്കണോ, അതെല്ലാം ഉമ്മത്തിൽപ്പെട്ട നാം ഓരോരുത്തരിലും പ്രത്യേകിച്ച് നമ്മുടെ തലമുറയിലും ഇസ്ലാം ബാക്കിയാകുമ്പോഴാണ്. അതുകൊണ്ട് ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ് തൻ്റെ തലമുറയിൽ വരുന്ന സമൂഹത്തിൽ ഇസ്ലാം എങ്ങനെ ബാക്കിയാകും, എങ്ങനെ നിലനിൽക്കും, അതിനുവേണ്ടി നമ്മുടെ മുഴുവൻ കഴിവും മുഴുവൻ പരിശ്രമവും ചിന്തയും ചെലവഴിക്കൽ മുസ്ലിം എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരെയും ബാധ്യതയാണ്. കാരണം ഇസ്ലാമും ബാത്തിലും തമ്മിൽ എല്ലാ കാലഘട്ടത്തിലും ഏറ്റുമുട്ടലുണ്ടാകും. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ഇസ്ലാമും ബാത്തിലും തമ്മിൽ ഖിയാമത്ത് നാൾ വരെ ഏറ്റുമുട്ടലുണ്ടാകും. ഇസ്ലാം എന്നും ബാത്തിലിന് ശത്രുവാണ്. ഇസ്ലാം ലോകത്തിന് ഇല്ലാതായി തീരണം. അതിനുള്ള എല്ലാ തന്ത്രങ്ങളും ശക്തിയും പരിശ്രമങ്ങളും നടന്നുകൊണ്ടേയിരിക്കും. അത് ലോകത്തിൻ്റെ അവസാന കാലഘട്ടം വരെ ഉണ്ടാവുകയും ചെയ്യും. നമ്മെ സംബന്ധിച്ച് ഈ പ്രതികൂല അവസ്ഥയിൽ, ഏത് പ്രതികൂല അവസ്ഥയിലും ഇസ്ലാം നിലനിൽക്കണം, ഇസ്ലാം ബാക്കിയാകണം, തലമുറയിൽ ശേഷിക്കണം. അതിന് എന്താണ് മാർഗം? അതിനെന്താണ് വഴി? ബാത്തിലിൻ്റെ ശക്തികൾ രണ്ട് നിലയിൽ ഉമ്മത്തിനെ ലക്ഷ്യം വയ്ക്കും. ഒന്ന്, ബാഹ്യമായ ഉമ്മത്തിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇസ്ലാമിനോ മുസ്ലിമുകൾക്കൊന്നും സംഭവിക്കാനില്ല. ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം ഒരു പക്ഷേ ഇസ്ലാമിൻ്റെ ഇതുവരെയുള്ള ചരിത്രങ്ങൾ, ഓരോ നാടിൻ്റെ ചരിത്രങ്ങൾ പഠിച്ചാൽ പൂർണ്ണമായി ബാഹ്യമായി നശിപ്പിക്കപ്പെട്ട മുസ്ലിം രാജ്യങ്ങൾ വീണ്ടും ശക്തമായി എഴുന്നേറ്റു. രണ്ടാമത്തെ ബാത്തിലിൻ്റെ ശക്തികൾ ലക്ഷ്യമാക്കുന്ന ഉമ്മത്തിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ രത്നമായ വിലപിടിച്ച ഈമാനിനെയാണ്. ഈമാൻ കവർന്നെടുക്കുക, ഉമ്മത്തിൻ്റെ ഈമാനെ നശിപ്പിക്കുക, പ്രത്യേകിച്ച് തലമുറയുടെ ഈമാനെ നശിപ്പിക്കുക, ഇത് ബാത്തിലിൻ്റെ ശക്തികളുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അതിനു വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സമ്പത്ത് ചെലവഴിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി ചെലവഴിക്കുന്നത്, അതിനു വേണ്ടിയാണ് എല്ലാ തന്ത്രങ്ങളും മെനയുന്നത്. അവർക്കറിയാം ഉമ്മത്തിൻ്റെ അധപ്പതനം ഈമാൻ നശിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് മൗലാന അബുൽ ഹസൻ നദ്വി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ രാജ്യം കണ്ട പണ്ഡിതന്മാരിൽ, പ്രത്യേകിച്ച് ചരിത്ര പണ്ഡിതന്മാരിൽ വളരെ ആഴത്തിൽ അറിവുള്ളൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ധാരാളം പ്രശ്നങ്ങൾക്കിടയിലാണ്. അദ്ദേഹം ഒരൊറ്റ മറുപടി, ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം ഉമ്മത്ത് ഇർത്തിദാദിൻ്റെ വക്കീലാണ്. പ്രത്യേകിച്ച് ഉമ്മത്തിൻ്റെ തലമുറ ഇർത്തിദാദിലാണ്. ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഉമ്മത്തിൻ്റെ ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം അതാണ്. മൗലാന നദ്വി റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, ശിർക്ക് കുഫ്രിൻ്റെ വാക്കുകൾക്ക് ശേഷം ഒരു മുസ്ലിമിൻ്റെ രോമത്തെ എണീപ്പിക്കുന്ന വേദനയുള്ള വാക്ക് ഇർത്തിദാദാണ്. എന്നിട്ട് മൗലാന എഴുതിയിട്ടുണ്ട്, ഇർത്തിദാദിലൂടെ ഉമ്മത്തിന് എന്തെല്ലാം നഷ്ടങ്ങളുണ്ടാകുമെന്ന് മനസ്സിലാകണമെങ്കിൽ ഒന്ന് പുറകിലേക്ക് സഞ്ചരിച്ചാൽ മതി. മുസ്ലിമീങ്ങൾക്കൊരു രാജ്യമുണ്ടായിരുന്നു, മുസ്ലിം സ്പെയിൻ എന്നറിയുന്നൊരു രാജ്യം. 800 വർഷം മുസ്ലിമീങ്ങളുടെ ഭരണം നടന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു. മുസ്ലിമീങ്ങളുടെ ഭരണം നടന്ന 800 വർഷത്തെ ഭരണം, വളരെ വിശാലമായ ചരിത്രമെല്ലാം എഴുതുന്നുണ്ട്.
അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിലെ കുത്തുബ് മിനാറും താജ്മഹലും എല്ലാം കണ്ടിട്ട് ഒരാൾ ഈ രാജ്യത്തു നിന്നും സ്പെയിനിലേക്ക് യാത്ര ചെയ്താൽ സ്പെയിനിൽ കാണുന്ന വലിയ വലിയ കെട്ടിടങ്ങളും അന്നത്തെ മുസ്ലിമീങ്ങൾ നിർമ്മിച്ച വലിയ വലിയ കെട്ടിടങ്ങളും പള്ളികളും കണ്ടാൽ ഇന്ത്യയിലെ കെട്ടിടങ്ങളോ പള്ളികളോ കുത്തുബ് മിനാറോ താജ്മഹലോ ഒന്നുമല്ല എന്ന് മനസ്സിലാകും. അത്രമാത്രം വലിയൊരു പ്രതാപത്തിൻ്റെ രാജ്യമായിരുന്നു മുസ്ലിമീങ്ങൾക്ക്. വലിയ വലിയ പണ്ഡിതന്മാർ ജീവിച്ചിരുന്നു. ലോകത്തിൻ്റെ പല നാടുകളിൽ നിന്നും മറ്റു പല സമൂഹവും പഠിക്കാൻ സ്പെയിനിൽ വരുമായിരുന്നു. പക്ഷേ സ്പെയിനിൻ്റെ ചരിത്രത്തിൻ്റെ അവസാനത്തിൽ കടന്നാൽ മൗലാന പറയുന്നുണ്ട്, സ്പെയിനിലൂടെ ഞാൻ നീണ്ട യാത്ര ചെയ്തു. ഉസ്കി ഫിസ ബേ അസാൻ ഉസ്കി ജമീൻ ബേ സജദ്. അതിൻ്റെ അന്തരീക്ഷത്തിൽ അദാനിൻ്റെ ബാങ്കിൻ്റെ ശബ്ദം കേൾക്കാനില്ല. ഇന്നത്തെ സ്പെയിനിൻ്റെ അവസ്ഥ, അതിൻ്റെ ഭൂമിയിൽ സുജൂദ് ചെയ്യാൻ ആളുകളില്ല. അന്തരീക്ഷത്തിൽ ബാങ്കിൻ്റെ ശബ്ദം കേൾക്കാനില്ല. ഒരു മസ്ജിദ് ഉണ്ട്, 1300 ചില തൂണുകളുള്ള വലിയൊരു മസ്ജിദ് ഉണ്ട്. മൗലാന പറയുന്നു, ലോകത്തെ പല ചരിത്ര സ്ഥലങ്ങളും സന്ദർശിച്ച എൻ്റെ ഹൃദയം ഏറ്റവും വേദനിച്ചത് സ്പെയിനിലെ മുസ്ലിമീങ്ങൾ ആ പള്ളിയിൽ ഞാൻ പ്രവേശിച്ചപ്പോഴാണ്. സുജൂദ് ചെയ്യാൻ ആളില്ല. 800 വർഷം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ എന്ന ശബ്ദം മുഴങ്ങിയ മിനാരത്തിൽ നിന്നും ഇന്ന് ആ ബാങ്കിൻ്റെ ധ്വനികൾ കേൾക്കാനില്ല. ഇർത്തിദാദിൻ്റെ അനന്തര ഫലങ്ങളാണ്. മൗലാന പറയുന്നുണ്ട്, ഇതേ അവസ്ഥ, ഇതേ ചരിത്രം ഇന്ത്യയിലും ആവർത്തിക്കാം, ഈ രാജ്യത്തും ആവർത്തിക്കാം. മുസ്ലിമീങ്ങൾ അവരുടെ തലമുറയെക്കുറിച്ച് അശ്രദ്ധരായാൽ. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്ന് ലക്ഷ്യം വെക്കുന്ന ഈ തലമുറയാണ്, ഉമ്മത്തിൻ്റെ നെസലിനെയാണ്, ഉമ്മത്തിൻ്റെ ഈമാനിനെ കവർന്നെടുക്കാൻ ലക്ഷ്യം വെക്കുന്ന തലമുറയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ തലമുറയെക്കുറിച്ച്, നമ്മുടെ അടുത്ത ഭാവിയിലെ സമൂഹത്തെക്കുറിച്ച് ചിന്തയുണ്ടാകണം. ഇന്ന് ഉമ്മത്തിൻ്റെ അവസ്ഥ മിനാരങ്ങൾ കെട്ടിപ്പടുത്താനും പള്ളികളുടെ ഗേറ്റുകളും പള്ളികളുടെ ഉള്ളുകളും അന്തരീക്ഷങ്ങളും ഭംഗിയാക്കാനുള്ള ചിന്തയിലാണ്. സമ്പത്ത് അതിനുവേണ്ടി ചെലവഴിക്കുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചിന്തകൾ പോകേണ്ടത് ഉമ്മത്തിൻ്റെ ഈമാൻ, പ്രത്യേകിച്ച് തലമുറയുടെ ഈമാൻ എങ്ങനെ സൂക്ഷിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു നബിയുടെ ചരിത്രം പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ ഉണർത്തുന്നുണ്ട്. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ ഈ ഉമ്മത്തിന് ഉണർത്തുകയാണ്. അത് ഓതാൻ വേണ്ടി ഇറങ്ങിയ ഗ്രന്ഥമല്ല, നമുക്ക് ഉണരാനും ചിന്തിക്കാനും വേണ്ടിയാണ്. അല്ലാഹു തആല ചോദിക്കാൻ, നബിയെ, യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മരണസമയം താങ്കൾ അവസ്ഥയെ ചിന്തിക്കുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ മരണസമയമായപ്പോൾ തൻ്റെ മക്കളെയും കുടുംബക്കാരെയും എല്ലാം ഒരുമിച്ച് കൂട്ടി. ഒരു നബിയാണ്, ആ പരമ്പര നബിമാരുടെ പരമ്പരയാണ്. യാക്കൂബ് നബിയുടെ മക്കൾക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. ഏകദേശം 5000 നബിമാർ വന്നിട്ടുണ്ട്. നബിമാരുടെ പരമ്പര, അമ്പിയാക്കൾ നിറഞ്ഞ കുടുംബം, ആ കുടുംബത്തിലെ മക്കളെയും പേരക്കുട്ടികളെയും ഒരുമിച്ച് കൂട്ടി മരിക്കാൻ കിടക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? ഒരു നബിയാണ് ചോദിക്കുന്നത്. ആരോടാണ് ചോദിക്കുന്നത്? കുടുംബത്തിലും പേരക്കുട്ടികൾ, നബിമാരുടെ മക്കളും നബിമാരുടെ സഹവാസവും കിട്ടിയ ആ സമൂഹത്തോട് ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? മൗലാന അബുൽ ഹസൻ നദ്വി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഓരോ മുസ്ലിമായ വാപ്പയും ഉമ്മയും ഹൃദയത്തിൽ കുറിച്ചിടേണ്ട പരിശുദ്ധ ഖുർആനിൻ്റെ ശക്തമായൊരു വാക്കാണ് മാ തഅബുദൂന മിൻ ബഅദി. എൻ്റെ കാലശേഷം എൻ്റെ മക്കൾ, എൻ്റെ പേരക്കുട്ടികൾ, എൻ്റെ തലമുറ അവർ ആരാധിക്കും? അവരുടെ ഇസ്ലാം, അവരുടെ ഈമാൻ, ഇതിനെക്കുറിച്ച് ഓരോ ഉമ്മമാർക്കും ചിന്തയുണ്ടാകണം. മൗലാന വീണ്ടും എഴുതുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന ഓരോ മുസ്ലിമീങ്ങളുടെ വീടുകളിലും എഴുതി തൂക്കിയിടണം. മുസ്ലിമീങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകണം തലമുറയെക്കുറിച്ച്, വരുന്ന സമൂഹത്തെക്കുറിച്ച്. ഈ ആയത്തെ എഴുതി വയ്ക്കാൻ ഓരോ വീടിൻ്റെ വാതിൽക്കലും വീടിൻ്റെ ഭിത്തിയിലും എഴുതി വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാ തഅബുദൂന മിൻ ബഅദി, അടുത്ത തലമുറ അവരുടെ അവസ്ഥയെക്കുറിച്ച് ഉമ്മത്ത് ചിന്തയുണ്ടാകണം. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം അടുത്ത തലമുറയുടെ ഈമാൻ സംരക്ഷിക്കുക എന്നുള്ളതാണ്, ഈമാൻ ബാക്കിയാക്കുക എന്നുള്ളതാണ്. അതിനുള്ള പരിഹാര മാർഗം എന്താണ്? എവിടെയാണ് അതിന് പരിഹാരം? അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ. ഈ ചെറുപ്രായത്തിൽ അവർ ഹൃദയങ്ങളിലേക്ക് ഈമാനിൻ്റെ, ഖുർആനിൻ്റെ, ഹദീസിൻ്റെ വെളിച്ചം പ്രവേശിക്കണം. ഈ ചെറുപ്രായത്തിൽ ഈമാനിൻ്റെ വെളിച്ചം പ്രവേശിക്കണം, ഖുർആനിൻ്റെ വെളിച്ചം പ്രവേശിക്കണം. ബ്രിട്ടീഷിൻ്റെ ചരിത്രം പഠിച്ചാൽ ഓരോ രാജ്യങ്ങൾ യാത്ര ചെയ്തവരും കടന്നുപോയപ്പോൾ, ഓരോ രാജ്യവും ഭരിച്ച് കടന്നുപോയപ്പോൾ ആ രാജ്യത്ത് ഏകദേശം 40% 50% അവരുടെ ആചാരങ്ങൾ കടത്തിക്കിട്ടാണ് കടന്നുപോയത്. എന്നാൽ ഇന്ത്യയിലും ആ സമൂഹം വന്നു. പക്ഷെ അവർ ഇവിടുന്ന് കടന്നുപോയപ്പോൾ ആ സമൂഹത്തിൻ്റെ ആചാരങ്ങൾക്ക് പകരം ഇസ്ലാം ബാക്കിയായി. എന്തുകൊണ്ടാണ്? ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, നമ്മുടെ പണ്ഡിതന്മാർ ഓരോ ഗല്ലികളും ഓരോ വീടുകളിലും ഓരോ നാടുകളിലും മക്തബുകൾ, മദ്രസകൾ സ്ഥാപിച്ചു.
ഓരോ നാടുകളും മദ്രസകൾ സ്ഥാപിച്ചു. ഇസ്ലാം ഈ രാജ്യത്ത് ബാക്കിയാകാനുള്ള അടിസ്ഥാന കാരണം മദ്രസകളാണ്. ചെറുപ്രായത്തിൽ മക്കളുടെ ഹൃദയത്തിൽ ദീൻ പ്രവേശിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ രാജ്യത്ത് ഇസ്ലാം ബാക്കിയായത്. കാരണം ചെറുപ്പത്തിൽ കയറുന്ന ഇസ്ലാം അത് നിലനിൽക്കാൻ കാരണമായി തീരും. അതുകൊണ്ടാണ് മക്കൾക്ക് സത്യത്തിൽ മദ്രസ എന്ന് പറഞ്ഞാൽ അത് അവരുടെ സംസ്കരണ കേന്ദ്രമാണ്, അവരുടെ ഈമാൻ്റെ സംരക്ഷണ കേന്ദ്രമാണ്, അവരുടെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന സ്ഥലമാണ്. അത് വെറും ഒരു അക്ഷരങ്ങൾ അലിഫ് ബാ ത പഠിക്കാനുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, നമ്മുടെ മക്കളുടെ ഈമാനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മദ്രസകൾ എന്നുള്ളത്. അതുകൊണ്ട് അത് ബാക്കിയാകണം. അതിനുവേണ്ടി നമ്മുടെ മനസ്സും സമ്പത്തും ശരീരമെല്ലാം അർപ്പിക്കപ്പെടണം. നമ്മുടെ മക്കൾ അവിടെ നിന്ന് വളർന്ന് ഉയർന്ന അവസ്ഥയിലേക്ക് എത്തണം. പരിശുദ്ധ ഖുർആൻ അവരുടെ നെഞ്ചോട് ചേർക്കണം. അവരെ കരങ്ങളിൽ ഖുർആൻ നൽകപ്പെടണം. തീർച്ചയാണ് ഈ ഗ്രന്ഥം ഉമ്മത്തിൻ്റെ ഹൃദയത്തെ പരിശുദ്ധിപ്പെടുത്താൻ, പ്രത്യേകിച്ച് തലമുറയെ ഈമാനിൽ ഉറപ്പിച്ചെത്താൻ ഈ ഗ്രന്ഥം മതിയായതാണ്. എത്രയെത്ര അക്രമികൾ, എത്രയെത്ര തെമ്മാടികൾ, മോശക്കാർ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ ഖുർആൻ സാധിച്ചിട്ടുണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദ് ഒരു കൊള്ളക്കാരനായിരുന്നു, അറിയപ്പെട്ട ഒരു കൊള്ളക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, മദ്യത്തിൻ്റെ ലഹരിയിൽ അദ്ദേഹം തൻ്റെ താമസത്തിൽ കിടക്കുമ്പോൾ ഒരു യാത്രാ സംഘം അറിയാതെ അദ്ദേഹം താമസിക്കുന്ന പ്രദേശത്തെത്തി. അവർക്കറിയില്ലായിരുന്നു, ആ കാലഘട്ടത്തിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് കൂടി ജനങ്ങൾ യാത്ര ചെയ്യുകയില്ലായിരുന്നു. അത്രമാത്രം ഭയപ്പെട്ടിരുന്നു. അത്ര വലിയ പ്രസിദ്ധനായ കൊള്ളക്കാരനായിരുന്നു ഫുളൈൽ. എന്നാൽ ഒരു മുസ്ലിം യാത്രാ സംഘം അറിയാതെ അദ്ദേഹം താമസിക്കുന്ന പ്രദേശത്തെത്തി. രാത്രി നമസ്കരിക്കാൻ എണീറ്റു. പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തോതി, അലം യഅ്നിനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അലം യഅ്നിനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ ഖുർആനിൻ്റെ ആയത്ത് മദ്യത്തിൻ്റെ ലഹരിയിൽ കിടക്കുന്ന ഫുളൈൽ കേട്ടു. മടങ്ങാൻ സമയമായില്ലേ? അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹുലേക്ക് തിരിയാൻ സമയമായില്ലേ? എത്ര നാളായി അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നു, മടങ്ങുന്നില്ലേ അള്ളാഹുവിലേക്ക്? ഈ ഖുർആനിൻ്റെ ആയത്ത് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ആയത്ത് ജീവിതത്തെ മാറ്റിമറിച്ചു. പിന്നെ അറിയപ്പെടുന്ന ഫുളൈൽ ഇബ്നു ഇയാദായി മാറി. സഹോദരന്മാരെ, ഇങ്ങനെ ഖുർആൻ നമ്മുടെ മക്കളുടെ ജീവിതം മാറ്റിമറിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് മദ്രസകളിൽ ചെറിയ പ്രായത്തിൽ ഈമാനിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്ന് അവർ സംസ്കരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും അതിന് ഗൗരവം കൊടുക്കണം. നമ്മുടെ മദ്രസകൾ നമ്മുടെ മുന്നിൽ അത് നിസ്സാരമായി കാണാതെ നാം ഓരോരുത്തരും നമ്മുടെ മക്കളെ ശരിയായ നിലയിൽ വളർത്തണം. അവർ പഠിക്കണം, ആഴത്തിൽ പഠിക്കണം. കുറച്ച് കാലങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിർത്തിക്കളയാതെ ആഴത്തിൽ ഖുർആനിൻ്റെ ഹദീസിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അവർ ഓളിയിട്ടിറങ്ങി അവർ ഹൃദയത്തിൽ അത് വഹിക്കുന്നവരായി മാറണം. അതിനുവേണ്ടി നമ്മൾ പൂർണ്ണമായി ഉസ്താദുമാരുടെ കൂട്ടത്തിൽ നാം പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരായി മാറണം. അല്ലാഹു തആല നിലയിൽ നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളെ കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് മദ്രസയും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ വാക്യത്തിലൂടെ ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.